അധ്യാത്മരാമായണം ആരണ്യ കാണ്ഡം. രാവണ സോദരിയായ ശൂർപ്പണഖ അഞ്ജന പർവ്വതം പോലെ രാവണന്റെ മുന്നിൽ വീണ് അലമുറയിട്ടു. മുലകളും മൂക്കും കാതും മുറിഞ്ഞ് ചോരയും ഒലിപ്പിച്ച് അലറുന്ന സഹോദരിയോട് രാവണൻ ചോദിച്ചു, കുട്ടി, നിനക്ക് ഈ വൈരൂപ്യമുണ്ടാകുവാൻ കാരണമെന്താണ്? നീ പരമാർത്ഥം എന്നോട് പറയൂ. ഇന്ദ്രനോ കാലനോ വരുണനോ കുബേരനോ ആരാണ് നിന്നെ ഇങ്ങനെ ചെയ്തത്? ആരായാലും ഞാൻ അവനെ ഒടുക്കും. സത്യം പറയൂ. ശൂർപ്പണഖ വിലാപം. രാവണ ഭഗിനിയും രോദനം ചെയ്തു. പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാലഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുന്നിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായലറും ഭഗിനിയോടവനു മുര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിയിടുന്നൊരു പരമാർത്ഥം? ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ? ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാനൊടുക്കുവൻ. സത്യം ചൊല്ലുന്ന നേരം അവളു മുര ചെയ്താൾ. എത്രയും മൂഢൻ ഭവാൻ, പ്രമത്തൻ പാനസക്തൻ. സ്ത്രീജിതൻ അതിഷഠനെന്തറിഞ്ഞിരിക്കുന്നു. രാജാവെന്നെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥാ? ചാരചഷുസ്സും വിചാരവുമില്ലേതും നിത്യവും നാരീസേവയും ചെയ്തു കിടന്നീടെല്ലായ്പ്പോഴും. കേട്ടിലയോ ഖരഭൂഷണ തൃശ്ശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർദ്ധേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാനെന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൽ ദശാനനൻ. എന്നോടു ചൊല്ലിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലമവൻ കൊല്ലുവാനെന്നും. എന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവൻ അവനെ ഞാൻ. സോദരി ചെന്നാളതു കേട്ടു രാവണനോടു യാതുധനാധിപതേ. കേട്ടാലും പരമാർത്ഥം